ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ്. സാധാരണ നമ്മൾ ഈവനിങ് സ്നാക്സ് കഴിക്കുന്ന വീഡിയോ ആണ്, പക്ഷേ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. അത് നമ്മളിന്ന് കോൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലൊക്കെ കളഞ്ഞ് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതാ നമ്മളുടെ കോണൊക്കെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സ്വീറ്റ് കോൺ ആട്ടോ, സാധാ കോണല്ല, സ്വീറ്റ്സ് കോണാണ്. പിന്നെ ഇതിനി നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് നേരെ ഇത് കുക്കറിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ സ്വീറ്റ് കോൺ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പി നൂഡിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ നമ്മൾ മസാല മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യലൊക്കെ വേണ്ടേ. അപ്പോൾ ഇത് നമുക്ക് നേരെ നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മളെ പാന് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കടുകാണ് ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മളുടെ കുറച്ച് മസാല ഐറ്റംസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ കടുകൊക്കെ ഒന്ന് നല്ല പൊട്ടി വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് പച്ചമുളക് 4 കുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളകാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യുന്നത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സ്വീറ്റ്സ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി വെറുതെ ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മളുടെ നൂഡിൽസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പൊട്ടിച്ച് ഇങ്ങനെ ഇടാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഇതിലോട്ട് മസാല പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ നല്ലതുപോലെ ആ വെള്ളത്തിലൊക്കെ ഒന്ന് റെഡി ആയി വരുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാ നമ്മുടെ ഇപ്പി നൂഡിൽസ് അടിപൊളിയായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളെ സ്വീറ്റ് കോണിൻ്റെ ഓരോ ഇതളുകളും ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
നമുക്ക് ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ ഇത് വേവിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതി, നമ്മൾ കുരുമുളകില്ലേ, കുരുമുളക് പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ കയ്യിലില്ല, അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇടയ്ക്ക് അതൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ 2 ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ യപ്പി നൂഡിൽസും അതേപോലെ തന്നെ സ്വീറ്റ് കോണും. അപ്പോൾ നമുക്കിത് രണ്ടെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ യപ്പി നൂഡിൽസ് ആണ് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. സ്പൈസിനെസ് ചെറുതായി നൂഡിൽസ് എനിക്കിഷ്ടമായി. സ്വീറ്റ് കോൺ ആ ഓണിയനൊക്കെ കൂട്ടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കി നോക്കിയത് നമ്മൾ ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഈവനിങ്ങിലൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. ബൈ.